പോലെയാണ് ബസ് കൊണ്ട് ഇറക്കിയത്. എങ്ങോട്ടാണ് തിരിയേണ്ടത് മനസ്സിലാവാണ്ട്. പക്ഷെ പെട്ടെന്ന് എനിക്ക് അവിടെ ബസ് കിട്ടി. എനിക്ക് വേഗം തിരിച്ചു വരണമായിരുന്നു. വേണോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇതിലെ കൂടിയാ വഴി കാണിക്കുന്നത്. ഇത് എവിടെയാണാവോ? കുറെ വീടും കുറെ ഹൗസിങ് ഇതൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്. നോക്കട്ടെ, ഇതൊക്കെ ഇവിടുത്തെ വീടാണ്. ഓരോന്നിനും ഇങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ട്. 19, 18, 17 എല്ലാം ഒരേ കളറ്, ഒരേപോലെയുള്ള ഇത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. പക്ഷേ ഒരാളെ പോലും കാണാനില്ല. ഇത് മറ്റേ ഹോളിഡേ ഹോംസ് പോലെയൊക്കെ ഉള്ളതാണോ? അങ്ങനെ ആൾക്കാർ റെഗുലർലി താമസിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഒരു ചെറിയൊരു മുന്നിലൊരു കോട്ടിയാട്, ആ കോട്ടിയാടിലൊരു ചെറിയൊരു ഇത് നമ്മുടെ മറ്റേ ആ പാർക്ക് 10th സ്റ്റേൻ്റെ അവിടെ എത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വാവ്, നല്ല സ്ഥലം. എനിക്ക് ആക്ച്വലി സമയമില്ല ടു റൺ. പണിയുണ്ട്. എൻ്റെ പിറകിലത് എനിക്കൊന്ന് അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വീട്ടിൻ്റെ ക്ലബ് ഹൗസോ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. അയ്യോ, അത് വരുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മളവിടെ ക്യാമ്പിംഗ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞു കാണുന്നില്ലേ, അതിൻ്റെ ഇപ്പത്തെ വശത്തുള്ള സ്ഥലമോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എന്തൊരു രസമെന്നറിയോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരു ശാന്തസുന്ദരമായ, പക്ഷെ ഒരു മനുഷ്യനെ പോലും കാണാനില്ല. ഞാൻ നടന്ന് എത്തേണ്ടടുത്ത് എത്തുമെന്നാണിപ്പോൾ. അതല്ലേ, ഓ ഇനി മുകളിലെ വശത്തുനിന്ന് അപ്പുറത്തെ വശത്തുനിന്ന് താഴോട്ട് കണ്ടു ഹോസ്റ്റൽ കണ്ടു. ഇതാണ് എൻ്റെ ഹോസ്റ്റലിൻ്റെ എൻട്രി. ഡാലൂർ ഹോസ്റ്റൽ ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് ആൾക്കാർ ഇവിടത്തേക്ക് വരുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയ കോഫി കുടിച്ചിട്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് വലിയ മനസ്സിനൊരു സുഖമൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടാക്കി വെച്ചത് അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. വയറ് നിറഞ്ഞു, പക്ഷേ മനസ്സ് നിറഞ്ഞില്ല എന്ന് പറയില്ലേ, അതേപോലെ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ മാഗിനകത്ത് കുറച്ച് ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് കുറച്ച് ഇറ്റാലിയൻ സോസും അതൊക്കെ ഇട്ടിട്ട് കഴിച്ചു. കോഫി ആക്ച്വലി മിൽക്ക് കോഫി അല്ല, എനിക്കൊന്നും അതുകൊണ്ടും കൂടിയാണ്. ഞാൻ ബ്ലാക്ക് കോഫിയാണ് കുടിക്കുന്നത്. കോഫി പൗഡറും വെള്ളവും പഞ്ചസാര ഇട്ടിട്ട് ഒരു ക്യാപ്പിച്ചിനോ കുടിക്കണമെന്നുണ്ട്. പക്ഷേ പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. നേരത്തെ കുടിക്കാമെന്ന് വിചാരിച്ചു. തിരക്കായിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ അവിടെ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും. ഭക്ഷണം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഉണ്ട് അവിടെ. അപ്പോൾ പോയി അത് ചൂടാക്കി കഴിച്ചിട്ട് നാളെ ഇപ്പം എന്തെങ്കിലും വാങ്ങിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചാലും നടക്കില്ല. കാരണം നാളത്തേക്കുള്ള ബ്രെഡും മുട്ടയും ഒക്കെ ഞാൻ വാങ്ങിയാലുണ്ട്. തക്കാളി ഈ 3 ഐറ്റംസ് ഉണ്ട്, ചീസും. അതൊക്കെ ഫുൾ ഞാൻ വാങ്ങുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ചെറിയ കഴിയുമെന്നറിയില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാൻ നാളെ കഴിച്ചില്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ ഞാൻ പോവും. അപ്പം നാളെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഏകദേശം 3 നേരം കഴിക്കേണ്ട സാധനം ഉണ്ട് അവിടെ. അപ്പോൾ അത് അത് ഉണ്ടാക്കിയിട്ട് തന്നെ കഴിക്കേണ്ടി വരും. നാളെ നല്ലത് മറ്റേ ലവാസ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, തക്കാളിയും മുട്ടയൊക്കെ ഇട്ടിട്ട് ചീസൊക്കെ ഇട്ടിട്ട് നമുക്ക് അതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ. നാളെ ഫുഡ് റെഡിയാകുന്നുണ്ട്. എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. തക്കാളി എന്നൊക്കെ പറഞ്ഞാൽ അത് 1.5 തക്കാളി. അതിനകത്ത് കുറച്ച് ഒരു മുട്ടയിടും. മുട്ടയിട്ടപ്പോൾ അതിൻ്റെ ഒരു ഓവറോൾ ഇത് മാറി, സ്വഭാവം മാറി. നേരത്തെ ഉണ്ടാക്കിയ സൂപ്പി നൂഡിൽസിനെ ഞാൻ ഒന്നുകൂടെ ഫ്രിഡ്ജിൽ നിന്ന് ചൂടാക്കാൻ വെച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ ഇത് കഴിക്കാം. മുട്ട ആൻഡ് ടൊമാറ്റോ. ഇത് ആവട്ടെ. വിശക്കും എന്തും രസമാണല്ലോ എന്ന് പറയണ പോലെ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ മസാലയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. കൊള്ളാം. സൂപ്പി നൂഡിൽസ് ആണ് എൻ്റെ ഇന്നത്തെ ലഞ്ചും ഡിന്നറും. റൂംസാണ് നോക്കൂ. ഇന്ന് എൻ്റെ ആക്ച്വലി റൂം മാറി. അവർ 23ലേക്ക് മാറ്റി. സോ ആക്ച്വലി പിന്നെ എന്താ പറയുക,
ബാച്ചിലേഴ്സ് അങ്ങനെയൊന്നുമല്ല, എല്ലാം ഫാമിലിയിലെ ആൾക്കാരുണ്ട്. പിന്നെ 22 ആണോ? ഓക്കെ, എൻ്റെ 23 ആണോ? പിന്നെ ബാച്ചിലേഴ്സ് ഫാമിലി, കുട്ടികളെയും കൊണ്ട് ഒക്കെ കുട്ടികൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് 23 കോഡ് ഉണ്ടല്ലോ, കോഡ് 8997#. ഇങ്ങനെ വെച്ചിട്ട് Oh, 8997#. What? How are you going in? ആരെയിലുണ്ടോ? ഇത് അറ്റാച്ച്ഡ്. Nobody is there. Not your bed. Do not mess it up. രണ്ടെണ്ണത്തിന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഡോണ്ട് മെസ് ഇറ്റ് അപ്പ്. ഞാൻ ലോവർ ബെഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സോ ഐ ഗോട്ട് എ ലോവർ ബെഡ്. ഇതിനകത്ത് ഈ റൂമിൽ അത് ഒരാളും വന്നിട്ടുണ്ട്. പക്ഷെ വിരിപ്പൊക്കെ നമ്മൾ തന്നെ വിരിക്കണം, ഇതിവിടെ കൊണ്ടുവന്ന് വെച്ച് തരുകയുള്ളൂ. ആൻഡ് ഇതാണ് ഇന്നത്തെ ഇതിൻ്റെ പിറകിൽ. ആപ്പിളാണോ വീണെടുക്കുന്നത്? അത് ആപ്പിൾ വരില്ലല്ലോ. ലുക്സ് ലൈക്ക് ആപ്പിൾ ഉള്ളി. ഓക്കെ, ഞാൻ വിളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. എനിക്ക് ഞാൻ രാവിലെ തൊട്ട് ഇന്ന് അലച്ചിലായിരുന്നു. നേരത്തെ കാലത്ത് എഴുന്നേറ്റു, രാവിലെ തന്നെ കുറച്ച് സെഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സിറ്റി ടൂറിന് വാക്കിന് പോയി തിരിച്ചു വന്നു. ആഡ് ആൻ ഓഡിറ്റ്, ഫുൾ ഡേ ഓഡിറ്റ്. ഇപ്പം ഇതുവരെ ഫിനിഷ് ചെയ്തു. ഇപ്പം അത് 5:30 മറ്റായി ഇവിടെ സമയം. ഇനി ഒരു നൈറ്റ് മറ്റേ ഇതിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. വാട്ട്സ് ദാറ്റ്? ഇത് കാണില്ലേ, എന്ത് റേസാണ്? വാട്ട് ഇസ് ദാറ്റ്? നോർത്തേൺ ലൈറ്റ്. അത് കാണാനുള്ള പ്രോബബിലിറ്റി 60-40 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെയുള്ള പിക്കപ്പ് കൊടുത്തു. ഭയങ്കര തണുപ്പാണ്, എനിക്ക് വയ്യ. നടന്നിട്ട് 25 മിനിറ്റ്സ് മറ്റോ നടന്നു പോകേണ്ടത്. പിന്നെ രാത്രി ഒന്നുമില്ല. ആക്ച്വലി 9 o'clock ആകുമ്പം നല്ല ലൈറ്റൊക്കെ തന്നെയാണ്. ഇന്നലെയൊക്കെ 9 ആയിട്ട് നല്ല ലൈറ്റായിരുന്നു. പക്ഷെ ഭയങ്കര തണുപ്പാണ്. പിന്നെ അവിടെ ചെന്ന് പിന്നെ കണ്ടില്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെയുള്ള പിക്കപ്പ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇന്ന് പോയാൽ നോർത്തേൺ ലൈറ്റ് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. പറ്റുമെന്ന് വിചാരിക്കാം. അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇന്ന് ഞാൻ വാക്കിംഗ് ടൂറിന് പോയതിനകത്ത് UK ഒരു ഗുജറാത്തി ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം അവരെന്നോട് ഇങ്ങനെ സംസാരിച്ചു, സോളോ ട്രാവലറാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർ ഇന്നെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാം. ലാസ്റ്റ് ഡേ ആണ് വാക്കിംഗ് ടൂർ എടുത്തത്. അപ്പം ഞാൻ നിങ്ങൾ എവിടെയൊക്കെ പോയി ചോദിച്ചപ്പം അവർ പറഞ്ഞു ഇങ്ങനെ നോർത്തേൺ ലൈറ്റ് കാണാൻ പോയിണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഒന്നും കാണില്ലായിരിക്കുന്നു. പക്ഷെ ഇന്ന് ആക്ച്വലി മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ക്ലിയർ സ്കൈ ആണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ പ്രോബബിലിറ്റി ഈസ് മോർ. പിന്നെ ഇറ്റ് ഓൾ ബേസ്ഡ് ഓൺ യുവർ ലക്ക്. അപ്പം ഞാൻ എന്നിട്ട് ChatGPT-നോട് ചോദിച്ചു നോക്കി കാണാനുള്ള ചാൻസ് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഷോയിങ് സം 60-40, ലൈക്ക് ക്ലിയർ സ്കൈ, നോ പൊല്യൂഷൻ, നോ ക്ലൗഡ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. കണ്ടു. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിന് ഞാൻ നിന്നിട്ട് ബുക്ക് ചെയ്തു. എല്ലാ ടൂറും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കുറച്ച് നല്ല കട്ടക്കുള്ള അതാണ്. നമ്മളിപ്പോൾ യൂറോപ്പിൽ ഇൻ ദ സെൻസ് ബാക്കി ഉള്ള കൺട്രീസിലും UK ഒക്കെ ഉള്ളതിനൊക്കെയാണെങ്കിൽ കൂടുതലാണ്. ഞാൻ അത് ബുക്ക് ചെയ്തു. പിന്നെ നാളെ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. നാളെ എനിക്ക് ഓഡിറ്റ് ഉണ്ട്. അപ്പം നാളെ ഫുൾ ഡേ വർക്കാണ്. പിന്നെ രാവിലത്തെ സമയത്ത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടില്ല. അപ്പം നാളെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നാളെ ഓഡിറ്റ് കഴിഞ്ഞിട്ട് നാളെ വേറെ ഒന്നും ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. മറ്റന്നാൾ ഞാൻ ഇവിടുന്ന് പിക്കപ്പുള്ള ഗോൾഡൻ സർക്കിൾ ബുക്ക് ചെയ്തു സാറ്റർഡേ. അപ്പം മറ്റന്നാളത്തേക്കും കൂടിയുള്ള സ്റ്റേയും ഇവിടെ തന്നെ ബുക്ക് ചെയ്തു. സിറ്റിയിൽ വെച്ചിട്ട് കമ്പാരിറ്റീവ്ലി സിറ്റി സെൻറ്ററിൽ ഇവിടുത്തെ പ്രൈസ് കുറച്ച് ഇവിടുത്തെയാണ് കുറവ്. സിറ്റി സെൻറ്ററിൽ ഇത് കുറച്ചും കൂടെ ഒന്ന് മാത്രം കുറവ് കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം നല്ല കൂടുതലാണ്. ഒന്നുള്ളതും
ഇറ്റ് ഇസ് ലൈക്ക് സം 10 ബെഡോ അങ്ങനെ എന്തൊക്കെയുള്ള. ഇതിപ്പോൾ 4 ബെഡേ ഉള്ളൂ. 4 ബെഡിൽ ഇന്നലത്തേനകത്തും 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും ചിലപ്പോൾ മിക്കവാറും 2 പേരെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പം ഇറ്റ്സ് മോർ കംഫർട്ടബിൾ. അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ആയിട്ട് ഞാൻ എന്താ പറയുക, ഹോസ്റ്റൽ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചും കൂടെ കംഫി സോണിൽ എത്തിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ലാസ്റ്റ് കൺട്രി, ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് ട്രാവൽ. സോ ഐ എം നോട്ട് ടേക്കിംഗ് അത്രയൊക്കെ പെയിന് ഞാൻ എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്ന് പിക്കപ്പ് ബുക്ക് ചെയ്തു. അതിനൊക്കെ ലൈക്ക് 1000 രൂപയ്ക്കാണ് കൂടുതൽ ഇവിടുന്ന് പിക്കപ്പ് ആകുമ്പോൾ. 1000 രൂപ 10 പൗണ്ട്, 1000 എത്രയോ. അപ്പോൾ ഇവിടെ നിന്ന് 10 പൗണ്ട് കൂടുതലാണ്. ഇവിടുന്ന് പിക്കപ്പ് ആണെങ്കിൽ 10 പൗണ്ട് കൂടുതലാണ്. പിന്നെ എന്തോ ബസ് സ്റ്റോപ്പ് 12, അത് 45 മിനിറ്റ്സ് വാക്കിംഗ് അല്ലെങ്കിൽ 25 മിനിറ്റ്സ്. പിന്നെ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ബസ് പോകുന്നില്ല. പിന്നെ ഈ ബസ്സിന് എത്ര പൈസ ഡിഡക്റ്റ് ആയെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ടൈമിങ് ഈസ് ഓൾസോ ട്രബിൾ. ഇന്നിപ്പം പോകുമ്പോൾ വരുമ്പോൾ കൃത്യസമയത്ത് എന്തോ ഭാഗ്യത്തിന് ബസ് കിട്ടി. ഇപ്പം ഞാൻ അവിടെ ബസ്സിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം യു ഹാവ് നോട്ട് മിസ് ദ ബസ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർ കുറേ നേരമായി നിൽക്കുകയായിരുന്നു. ഞാൻ പോയ ഉടനെ ബസ് വന്നു. എനിക്ക് അങ്ങനെ എപ്പോഴും പറ്റാറുണ്ട്. പിന്നെ ഞാൻ റിസ്ക് എടുക്കുന്നില്ല ഏതായാലും. അപ്പം അങ്ങനെ. അപ്പം ഇന്ന് നാളെ ഇപ്പം സെറ്റായി. ഇന്നത്തെ ഇത് സെറ്റായി, നാളത്തെ സെറ്റായി, മറ്റന്നാളത്തേതും സെറ്റായി. ഇപ്പോൾ സാറ്റർഡേ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് സൺഡേ മൺഡേ 2 ദിവസത്തിൻ്റെ സ്റ്റേ ഐ ടേക്ക് ഇറ്റ് സംവെയർ ഇൻ ദ സിറ്റി ആൻഡ് ട്യൂസ്ഡേ ഐ ലീവ്. ദാറ്റ്സ് എ പ്ലാൻ. അപ്പം 2 ദിവസം സിറ്റി എക്സ്പ്ലോർ ചെയ്താൽ തന്നെ മതിയോ. നല്ല സ്ഥലം. ഇന്ന് പോയി കണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയി. കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ സൺഡേ മൺഡേ ആകുമ്പം എനിക്ക് കുറച്ച് വാക്ക് അറൗണ്ടൊക്കെ ചെയ്യാൻ സമയമുണ്ട്. ഇന്നിപ്പം ഫുൾ പണിയിലായിട്ട് ടൈമൊന്നും അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. യാ, ദാറ്റ്സ് ദ തിങ്. ഇപ്പം ഇവിടെ നിന്ന് തിരിച്ച് എനിക്ക് ഫ്ലൈറ്റ് കിട്ടിയത്. അപ്പോൾ 1 വേ ഓഫ് ലൈക്ക് ചെക്കിങ് ചീപ്പ് ഫ്ലൈറ്റ് എന്നുള്ളത്, നമ്മളിങ്ങനെ റാൻഡംലി എവിടെയെങ്കിലും പോകാൻ തിരിച്ചൊക്കെ നോക്കൂലേ, സ്കൈ സ്കാനറിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് യു പുട്ട് എ പ്ലേസ് ആൻഡ് ദെൻ യു സേ ഐ തിങ്ക് എനിവേർന്നോ എവ്രിവേർന്നോ അങ്ങനെ എന്തോ. അതിനകത്ത് ഓട്ടോമാറ്റിക്കലി വരും എവിടെയാ പോണ്ടേന്നുള്ള, എവിടെ നിന്നാണെന്നുള്ള ലൊക്കേഷൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എവിടെയാ പോണ്ടേന്നുള്ളതിന് കൺട്രീൻ്റെ പേരെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേരിടുന്നതിന് പകരം എവ്രിവേർന്നോ അങ്ങനെ എനിവേർന്നോ മറ്റും ഒരു ഓട്ടോമാറ്റിക് ഓപ്ഷൻ വരും. നമ്മൾ ഈ കറണ്ട് ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലിസ്റ്റ് എവിടത്തേക്കൊക്കെയാണ് ചെറിയ ചെറിയ പൈസയില്ല. ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നാള് ഞാൻ നോക്കിയപ്പോൾ ആ ഡേറ്റിന് ലണ്ടനിലേക്കായിരുന്നു ഫ്ലൈറ്റിൻ്റെ വില ഇത് കുറവ്. അപ്പം ഞാൻ വിചാരിച്ചു 4500 അങ്ങനെ എന്തോ. അപ്പം ഞാൻ വിചാരിച്ചു ഫൈൻ, അങ്ങനെയാണെങ്കിൽ ലണ്ടനിൽ പോയിട്ട് അവിടുന്ന് കണക്റ്റിങ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ തന്നെയാണ് ഞാൻ അസോർട്സ് നിന്ന് വരുമ്പോഴും എടുത്തത്. അപ്പം നോക്കുമ്പോൾ അവർ അതിനകത്ത് കാണിച്ച് ലണ്ടനിലേക്കാണ് ഏറ്റവും കുറവ് ഫ്ലൈറ്റിൻ്റെ ചാർജ്. അപ്പം ഞാൻ എന്നിട്ട് നോക്കാം, ഓക്കെ അവിടെ ലണ്ടനിൽ എവിടെ എങ്ങോട്ട് പോയിട്ടും ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ കണക്റ്റിംഗ് ഫ്ലൈറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോഴും ഏകദേശം റീസണബിൾ ആയിട്ടുള്ളത് കണ്ടു, അങ്ങനെ എടുത്ത്. അപ്പം പക്ഷെ ഇപ്പം ഞാൻ നോക്കിയപ്പം ഡേറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി. ഓഡിറ്റൊക്കെ 2 ദിവസം വന്നു. 2 ദിവസം ആക്ച്വലി എൻ്റെത് ഫുള്ളി പോയി. പക്ഷെ ജോലി കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം അത് പിന്നെ നമുക്ക് പറയാനില്ല. അത് എന്താ പറയുക, ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് തന്നെ വന്ന അങ്ങനെ ആയിരിക്കും, എല്ലാ ദിവസവും പോകാൻ പറ്റില്ല എന്നൊക്കെ. അപ്പം നോക്കിയപ്പം ഇൻസ്റ്റെഡ് ഓഫ് ലണ്ടൻ അത് കാണിക്കേണ്ടായിരുന്നു ബുഡാപെസ്റ്റിലേക്കാണ് ഏറ്റവും ചീപ്പസ്റ്റ്. ലൈക്ക് നോട്ട് ചീപ്പസ്റ്റ്, ലൈക്ക് സ്പെയിൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. പോളണ്ട്, വേറെ ഏതൊരു കൺട്രി, അതെനിക്ക് അങ്ങനെ യൂസ് ഇല്ല, അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ കൺട്രി എക്സ്പ്ലോറേഷൻ്റെ മൂഡിലല്ല, അത് ഞാൻ മതിയാക്കി. ഇത് നാട്ടിലെത്താൻ എവിടത്തേക്കാണ് കണക്ഷൻ എന്ന്. അപ്പോൾ ബുഡാപെസ്റ്റ് കണ്ടു. അപ്പം ഞാൻ ബുഡാപെസ്റ്റിന് മുന്നേ പോയതാണ്. എനിക്ക് ഏറ്റവും കഴിഞ്ഞ 2018 ഞാൻ യൂറോപ്പ് ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ബുഡാപെസ്റ്റ് ആയിരുന്നു. ഹംഗറി. ബുഡാപെസ്റ്റിൽ 2 ദിവസം ഞങ്ങൾ 2-3 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ബുഡാപെസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വെച്ചു അവിടെ പോയതാ, പിന്നെ ഇനിയിപ്പോൾ അവിടത്തേക്ക് തന്നെ. പിന്നെ ബുഡാപെസ്റ്റിൽ നിന്ന് എങ്ങോട്ടേക്കെങ്കിലും കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആംസ്റ്റർഡാമിൽ നിന്നുണ്ട്, ലണ്ടനിൽ നിന്നുണ്ട്, പിന്നെന്താണ് തിരിച്ച് മാഡ്രിഡ് ആയിരുന്നു ഞാൻ ആദ്യം വിചാരിച്ച. മാഡ്രിഡിലാണെങ്കിൽ അത് അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ബുഡാപെസ്റ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബുഡാപെസ്റ്റ് നാട്ടിലേക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ റാൻഡംലി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബുഡാപെസ്റ്റ് കണക്റ്റിംഗ് ഫ്ലൈറ്റ്, അതും ഐ തിങ്ക് ഇറ്റ് ഇസ് എന്താ പറയുക കുറഞ്ഞ അവേഴ്സിൽ, പിന്നെ ഒരു കണക്ഷൻ മാത്രം, നല്ല ലോവസ്റ്റ് പ്രൈസിൽ, ഒരുപാട് ലേ ഓവർ ഇല്ലാണ്ട് ഒരു ഓപ്ഷൻ. ആൻഡ് ഐ വാസ് ലൈക്ക് സർപ്രൈസ്ഡ്. ഓക്കെ, ഞാൻ വിചാരിച്ചിട്ടില്ല ബുഡാപെസ്റ്റ്. ആംസ്റ്റർഡാം ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർ. അപ്പം ഞാൻ ആംസ്റ്റർഡാം നോക്കിയപ്പം നോക്കാനൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. അപ്പം ആംസ്റ്റർഡാമിൽ നിന്ന് ഇൻഡിഗോ ഫ്ലൈറ്റ് ഉണ്ട്.
പക്ഷെ ഇൻഡിഗോന്റെ എന്താ 24-25,000 വരുന്നുണ്ട്. അതുകൂടാതെ മിക്കത് മുംബൈ പോയി ദെൻ ഡൽഹി, ലൈക്ക് അല്ലെങ്കിൽ ഡൽഹി മുംബൈ പോയി പിന്നെ ബാംഗ്ലൂർ, അല്ലെങ്കിൽ ഡൽഹി പോയി പിന്നെ ബാംഗ്ലൂർ. അപ്പം ലോക്കലി തന്നെ ഒരു കണക്ടിങ് ഫ്ലൈറ്റും പിന്നെ അതിന് വേണ്ടി ഒരു 3-4 മണിക്കൂർ ലേ ഓവറും അങ്ങനെയൊക്കെ കാണിക്കും. അപ്പൊ ഡയറക്റ്റ് ബാംഗ്ലൂരിൻ്റെത് കാണിക്കുന്നുണ്ടായിരുന്നില്ല ആ പ്രൈസ് റേഞ്ചിൽ. അപ്പൊ ഞാൻ 25 എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഓൾറെഡി ലൈക്ക് അത് വലിയൊരു കുറവൊന്നും പറയാനില്ല. അതിനോട് 2-3,000 25 കൊടുക്കുന്നത് പിന്നെ 28 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് എത്താൻ പറ്റുമെങ്കിൽ ഞാൻ ഈ 2 ലെയർ ഒന്നും എടുക്കണ്ടല്ലോ. അപ്പം ഇറ്റ്സ് മോർ അബൌട്ട് ലൈക്ക് പ്രൈസ് വേഴ്സസ് ടൈം വേഴ്സസ് കൺവീനിയൻസ് എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനല്ലാണ്ട് പിന്നെ കുറെ 52 മണിക്കൂർ കൊണ്ട് 15,000 എന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെയൊന്നും പോവാം. അത് ഇറ്റ്സ് ടു മച്ച് ഓഫ് ട്രബിൾ. അപ്പം ഞാൻ എന്നിട്ട് നോക്കിപ്പോയാൽ കൊള്ളാലോ, ബുഡാപെസ്റ്റിന്റെ നല്ല ഓപ്ഷൻ ആണല്ലോ. പക്ഷെ അത് ബജറ്റ് എയർ ആണ്. പിന്നെ എൻ്റെ കയ്യിൽ എങ്ങനെയും ക്യാബിൻ ലഗേജേ ഉള്ളൂ. അപ്പം ഐ ഡോണ്ട് ഹാവ് ടു വറി ടു മച്ച് അബൌട്ട് ഇറ്റ്. പിന്നെ ആ എയർപോർട്ടിൽ തന്നെ ഞാൻ തന്നെ ലഗേജ് എടുത്തിട്ട് പിന്നെ ചെക്ക് ഇൻ ചെയ്യണം. അതും എനിക്ക് വലിയ കുഴപ്പമില്ല, കാരണം ലഗേജ് എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ക്യാബിൻ ലഗേജ് തന്നെയാണല്ലോ. പിന്നെന്താണ് ഉള്ളത്, പിന്നെ സെയിം എയർപോർട്ടാണ്. വേറെ എയർപോർട്ട് പോകണമെങ്കിൽ പെന്നെയും അതിൻ്റെ മിലനിൽ അങ്ങനെയായിരുന്നു. അതിൻ്റെ ആയിരുന്നു കുറേ വന്ന്. മിലാനിൽ പോകുന്ന എയർപോർട്ട് വേറെ, പിന്നെ കണക്ഷൻ എയർപോർട്ട് വേറെ. പുറത്ത് വന്ന് പിന്നെ ഫിഗർ ഔട്ട് ചെയ്ത് ഓഡ് അവേഴ്സ് ഒക്കെ ആണെങ്കിൽ അപ്പം ഞാനതൊക്കെ വിട്ടു. അപ്പം ഇത് നല്ലൊരു ഓപ്ഷൻ ഓൾ ഓഫ് എ സഡൻ വന്നു. അപ്പം ഞാൻ ആദ്യം ബുഡാപെസ്റ്റ് എന്നുള്ള അങ്ങോട്ട് നാട്ടിലേക്കുള്ള ബാംഗ്ലൂരേക്കുള്ള ബുക്ക് ചെയ്തു. എനിക്ക് എക്സാക്ട് ഓർമ്മയില്ല, 18,000 ഓർ സംതിങ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുന്ന് ബുഡാപെസ്റ്റിലേക്കുള്ളത് ആക്ച്വലി ആദ്യം 6,000 കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഐ വാസ് ലൈക്ക് കൺവിൻസ്ഡ്, 6,000 ബുക്ക് ചെയ്തു. പിന്നെ നോക്കിയപ്പോൾ അതിനകത്ത് ലഗേജ് അത് ബജറ്റ് എയർ ആണ്, വിക്ക് സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ അതിൽ പോയിട്ടില്ല. അപ്പം അത് തന്നെയാണ് ഇവിടുന്ന് അവിടത്തേക്കും ബുഡാപെസ്റ്റ് നിന്ന് എനിക്കൊന്ന് എവിടെയാന്ന് അബുദാബിയോ മറ്റാണ് കണക്റ്റിങ് വരുന്നത്, ഷാർജയോ സംതിങ്. അപ്പം അവിടത്തേക്കുള്ളതും സെയിം എയർലൈൻസ് ആണ്. അതിൽ അവിടുന്ന് അങ്ങോട്ടേക്കുള്ളതിന് അവരങ്ങനെ എടുത്തില്ല, കാരണം അത് ഫുൾ ലെങ്ത് ബുക്ക് ചെയ്തുകൊണ്ട്. ഇവിടുന്ന് ബുഡാപെസ്റ്റ് പോകുന്നതിന് 6,800 മറ്റും ഫ്ലൈറ്റ് ചാർജും പ്ലസ് ലഗേജ് ചാർജ് അഡീഷണൽ ആഡ് ചെയ്ത്. അപ്പം അത് വന്നപ്പോൾ എന്തോ 10,000 അറൗണ്ട് ആയി, 9,000 സംതിങ്. അപ്പോൾ ഓൾ ടുഗദർ അത്രയായി. പക്ഷേ പക്ഷെ എങ്ങനെ ഇവിടുന്ന് എനിക്ക് ഡയറക്റ്റ് പോകണമെങ്കിൽ ഒരുപാട് പൈസയാവും. ബാക്കി ഞാൻ 25-27 ഒക്കെ പറയുന്നത് ആംസ്റ്റർഡാമിൽ എത്തിയിട്ട് അവിടുന്ന് പോകേണ്ടതായി. ഇതിപ്പോൾ എനിക്ക് ഇവിടുന്ന് മുതലേ പോകേണ്ടത് ഏകദേശം ആ ഒരു റേഞ്ചിലായി. പിന്നെ നല്ല നല്ല കണക്ഷൻ ഇതിൽ കിട്ടി, ഒരുപാട് ലേ ഓവർ ഇല്ലാണ്ട് ഒറ്റൊരു സ്റ്റോപ്പൊക്കെ ആയിട്ട്. സോ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഇപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട് പോകാം എന്നുള്ളത് ചെക്ക് ചെയ്ത് അത് പെട്ടെന്ന് വർക്കൗട്ടായി. സോ ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. പക്ഷെ അതിൻ്റെ ഇടയിൽ എനിക്ക് ബുഡാപെസ്റ്റിൽ 2 ദിവസത്തെ സ്റ്റേയുമായി, 2 നൈറ്റ്. ഞാൻ എത്തുന്നത് ഒരു നൈറ്റിലാണ്. നെക്സ്റ്റ് ഡേ ഉള്ള ഫ്ലൈറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഐ ഹാവ് ടു സ്റ്റേ 1 ഡേ. അതിൻ്റെ സബ്സിക്വൻറ്റ് ഡേ ആണ് എൻ്റെ അങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ്. അപ്പം ഞാൻ വിചാരിക്കാണ്ട് പ്ലാൻ ചെയ്യാണ്ട് ബുഡാപെസ്റ്റിൽ 2 നൈറ്റ് സ്റ്റേ ആവുമെങ്കിലും ഞാൻ നൈറ്റിലാണ് എത്തുന്നത്. ഐ വിൽ ഹാവ് 1 full day and 1 full night. അത്രേ ഉണ്ടാവും അവിടെ. അങ്ങനെയാണ് എൻ്റെ റിട്ടേൺ പ്ലാൻ ഇപ്പോൾ ബുക്കായിട്ടുള്ളത്. ഈവനിങ്ങിൻ്റെ വൈബാണ്, നല്ല രസമുണ്ട്. ഇവിടെ റിസപ്ഷനിൽ റെഡിയാണ്. ഇവിടെ ജാക്കറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, മഴേൻ്റെയോ തണുപ്പിൻ്റെയോ ഒക്കെ. ഇത് മഴേൻ്റെ ആണോ ഉണ്ട്, ജാക്കറ്റ്സ് വാങ്ങിക്കാം. നല്ല ഇപ്പം ഒന്നും ആരും കാണുന്നില്ല. നേരത്തെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. 7:30 ആയി സമയം, പച്ച പകൽ പോലെ ഉണ്ട്. ഇതിപ്പം എവിടെ നിന്നും ആരുമില്ല. അപ്പോൾ 2 സ്ഥലത്ത് കിച്ചണാണ് ഉള്ളത്. ഇതും കിച്ചണാണ്, അപ്പുറത്തെ സ്ഥലത്തും കിച്ചണാണ്. ആൾക്കാർ എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. എൻ്റെ ഇതിനകത്ത് ഇത് രാത്രി പോലെ കാണുന്നതേ ഉള്ളൂ, രാത്രി പോലെ ഒന്നും പുറത്ത് കാണാനില്ല. നല്ല ഡേ ലൈറ്റാണ്. എൻ്റെ റൂംമേറ്റാണ് ഇത്, അവളിവിടെ വന്ന് എന്തോ ഉണ്ടാക്കി കഴിക്കുക. അവർ എനിക്കൊന്ന് ഏതൊരു ഏഷ്യൻ കൺട്രിയിൽ നിന്നാണ്, ചൈനീസോ ജാപ്പനീസോ എന്തോ ആണ്. ഇതിൻ്റെ ആക്ച്വലി ഒരു പൊസിഷനിങ് ഭയങ്കര രസമാണ്. ഇങ്ങനെ വലിയൊരു ഇങ്ങനെ ഒരു ഇതിൽ എടുത്ത് നിറച്ചും പുറത്തിങ്ങനെ ഇരിക്കാനുള്ള ഇതും ഒക്കെ ആക്കി ഭയങ്കര രസത്തിൽ. ഇന്ന് സ്വിമ്മിങ് പൂളിൻ്റെ അവിടെ പോയില്ല, നാളെ പോവാം. ഇത് ഇങ്ങനെ ഈ ഒരു ചെടിക്ക് ഇങ്ങനെ ചുവന്ന് ഇങ്ങനെ ഇത് കുഞ്ഞു ഇത് കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ നടന്ന് വന്നപ്പോഴും ഒക്കെ കണ്ടു. അല്ലേ, ഇവിടെ ആൾക്കാരായത് അയച്ചിട്ടിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറേ ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാർ സൈക്കിളൊക്കെ കൊണ്ടുവന്നിട്ടാണ്.
ക്യാമ്പ് ചെയ്യണേ. അപ്പോൾ അവർ പിന്നെ സൈക്കിളും കൊണ്ട് കറങ്ങി നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പാക്ക് എല്ലാം ആദ്യം എല്ലാം തുറന്ന് റീപാക്ക് ചെയ്ത്, കാരണം അതിനുള്ളിൽ എല്ലാം താക്കി വെക്കണ്ടേ. ഒരു പ്രാവശ്യം കസിൻ്റെ അടുത്ത് പോയപ്പോൾ എല്ലാം കഴുകിയാക്കി വെച്ചിട്ട് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് എല്ലാം ഞാൻ ഓരോ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞു. എല്ലാ ഡ്രസ്സും ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത്. അലക്കാണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത്. പക്ഷേ തണുപ്പിൻ്റെ ടൈപ്പ് ഓഫ് ഇത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം അത് യൂസായി എനിക്ക്. ഞാൻ ആക്ച്വലി ഗ്ലൗസും ഒരു കാലിന് ഒരു സോക്സ് പോലെ ലഡാക്കിന്ന് വാങ്ങിച്ച ഷൂ സോക്സ് പോലത്തെ ഒന്നും അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് അതുപോലും അധികം സ്ഥലം ഒക്യുപ്പൈ ചെയ്ത്. അപ്പം ഞാൻ UK എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇതും കൊണ്ട് എന്താ വന്ന്, ഇത്ര തണുപ്പൊന്നുമില്ല, സാധാരണ ഒരു നോർമൽ തണുപ്പേ ഉള്ളൂ. യൂറോപ്പിൽ അവിടെ ബാഴ്സലോണ അവിടെയൊക്കെ എത്തിയപ്പോൾ തീരെ തണുപ്പില്ല. അസോസിലെത്തിയപ്പോൾ പിന്നെ ഒട്ടുമില്ല. ഞാൻ ഇത് വെറുതെ ഫുൾ കൊണ്ട് വന്ന് കെട്ടി അതും കൊണ്ട് നടക്കുകയായിരുന്നു ഇത്ര ദിവസം. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാം യൂസായി. പിന്നെ ഗ്ലൗസ് കൊണ്ടുവന്നത് യൂസായി, ആ ഷൂവിൻ്റെ ടൈപ്പ് ഓഫ് സോക്സ് കൊണ്ടുവന്ന അത് യൂസായി, എല്ലാ വൂളൻ ഇതുപോലത്തെ ഇങ്ങനത്തെ ഒക്കെ ഞാനൊരു സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓൾറെഡി എൻ്റെ പിന്നെ ഇപ്പൊ ഒരു 4-6 ദിവസം 5-6 ദിവസം ഞാനവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ 6 ദിവസത്തേക്ക് അതിനകത്തുള്ള ഒരു എന്താ പറയാ, എല്ലാ ഡ്രസ്സും എൻ്റെ ശരീരത്തിൽ പോകുന്നുള്ള പോലെയാണ്. കാരണം 1 ലെയറും 2 ലെയറും ഇട്ടാല് തണുപ്പ് മാറുന്നില്ല. ഇപ്പൊ രാത്രിയും കൂടെ അല്ലേ പോകണ്ടേ. അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിൽ ഓരോ ലെയർ ഇട്ടു, അതിട്ടു, പിന്നെ അതിന്റെ മുകളിൽ മറ്റേതിട്ടു, പിന്നെ ഈ സ്കാർഫ് ഇട്ടു. കുറെ സ്കാർഫും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെച്ച് ഈ സ്കാർഫൊക്കെ എന്തിനു കൊണ്ടുവന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. എല്ലാം യൂസ് ആയി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ പ്രിപ്പറേഷൻ. രാവിലെ തന്നെ എൻ്റെ ലാസ്റ്റ് സെറ്റ് ഓഫ് മീൽ ഇവിടുന്ന് ഉണ്ടാവുകയാണ്. കുറച്ച് കരിഞ്ഞൊക്കെ പോയി. അയ്യോ, കുറക്കാം. This is good.